കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ തേടുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന വാദത്തെ രണ്ട് തരത്തിൽ പ്രധാനമായി ഇവിടെ വിശദീകരിച്ചു. ഒന്ന്, തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകിയതായി വിശുദ്ധ ഖുർആനിലില്ല എന്നതാണ് ഒന്നാമത്തെ. തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് നൽകിയതായി വിശുദ്ധ ഖുർആനിലില്ല എന്നതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംബോധിത സമൂഹമായ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ, അവരും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയപ്പോൾ അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കും എന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചത് എന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട്, മുഹീദ്ദീൻ ശൈഖ് ആയാലും ബദരീങ്ങളായാലും മറ്റേത് മഹാന്മാരായാലും, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരോട് നടത്തുന്ന സഹായം തേടൽ, അവരോടുള്ള പ്രാർത്ഥന, അത് ശിർക്കാണ്, വിശുദ്ധ ഖുർആൻ വിരോധിച്ചതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിനെതിരാണ് എന്നതാണ് നാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം വളരെ കൃത്യമായി ഈ സമൂഹത്തിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കണം, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു മുജാഹിദുകാരനോട് ചോദിച്ചാൽ ആ മുജാഹിദുകാരന്റെ മറുപടി അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. അതായിരിക്കുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും സംശയമുണ്ടാവുകയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവനെന്തോ രോഗമുണ്ട് എന്ന് മനസ്സിലാക്കല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ അടുത്ത സമയത്തായി ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് അടിസ്ഥാനപരമായി അവർക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്നും പറയാനില്ല എന്ന് വന്നപ്പോൾ സമൂഹത്തിനിടയിലേക്ക് ഒരു പുതിയ വിഷയത്തെ അവരിറക്കിവിട്ടു. ആ വിഷയത്തെ ഇറക്കിവിട്ടുകൊണ്ട് പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പണിപ്പുരകളിൽ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ഏർപ്പെട്ടുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഉന്നയിച്ചൊരാരോപണമാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകളെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറഞ്ഞപ്പോൾ ഈ സമൂഹത്തെ മുജാഹിദുകൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യമെന്നറിയുമോ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ച തത്വം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅകും, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, കേൾക്കുമെന്ന് ഇനി വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെ, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകികും, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിനെ പരലോകത്ത് വെച്ച് അവർ നിഷേധിക്കുകയും ചെയ്യും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേറെ ആരുമില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അവര് പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആരോട് പ്രാർത്ഥിച്ചാൽ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്? പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, കൽമലായികത്തി, മലക്കുകളെ പോലെ, വൽ അംബിയായി, അംബിയാക്കന്മാരെ പോലെ, അതുപോലെ തന്നെ വൽ ജിന്നി, ജിന്നുകളെ പോലെ. ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ജിന്നുത്തരം തരില്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കില്ല, കേട്ടുത്തരം തരില്ല. മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം തരില്ല. അപ്രകാരം തന്നെ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചാൽ ആ അമ്പിയാക്കൾ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടുത്തരം തരില്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം.
ഈ സമൂഹത്തിന്റെ എതിരാളികളെ പോലും മുജാഹിദുകൾ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പ്രസ്ഥാനം അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പഠിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, എതിരാളികൾ പോലും സമ്മതിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ സദസ്സിൽ തന്നെയുള്ള, ഈ സ്റ്റേജിൽ തന്നെയുള്ള ജബ്ബാർ മൗലവിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഇതിന്റെ മോഡറേറ്ററായ ഹനീഫ് കായക്കൊടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ അടുത്ത പ്രദേശമായ കുന്നത്തേരിയിൽ വെച്ചുകൊണ്ട് നടന്ന സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിരിടാൻ വന്ന മുസ്ലിയാക്കൾ പോലും അവിടെ വെച്ചുകൊണ്ട് സമ്മതിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം എന്നറിയുമോ? കേട്ടോളൂ നിങ്ങൾ ആ വാചകം. ശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഓദിക്കോ, നിങ്ങൾ അവരോട് ദുആ ചെയ്യുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ആരൊക്കെ? ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. ഹനീഫ മൗലവി നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച്? അതിൽ ജിന്ന് പെടും, മലക്ക് പെടും, പിശാച് പെടും. കണ്ടോ? ഹനീഫ മൗലവി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്തദുഉഹും, അവരോട് ദുആ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്ന് പെടും, മലക്ക് പെടും. അതുപോലെ തന്നെ ജിന്ന് പെടും, മലക്ക് പെടും. അദ്ദേഹം ആവർത്തിച്ചത് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പറയണം ജിന്ന് പെടും, മലക്ക് പെടും എന്ന് പറയൂ എന്ന് ആ മുസ്ലിയാർ പോലും സമ്മതിക്കുകയാണ്. ആ ആയത്തിൽ പറഞ്ഞ പരാമർശത്തിൽ ജിന്നുകൾ പെടും, മലക്കുകൾ പെടും എന്ന് ഹനീഫ മൗലവി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എതിരാളികൾ പോലും സമ്മതിക്കുകയാണ്. അങ്ങനെ ആ കാര്യം പഠിപ്പിച്ചു കൊടുത്തത് കോട്ടക്കൽ സംവാദത്തിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആയത്തിൽ ജിന്നുപെടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് കുന്നത്തേരി സംവാദത്തിൽ വന്നുകൊണ്ട് അവർ സമ്മതിച്ചപ്പോൾ ഹനീഫ മൗലവി വീണ്ടും പഠിപ്പിച്ചു, ജിന്നുപെടുമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ, ഇനി ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരാം. ജിന്ന് മാത്രമല്ല, അമ്പിയാക്കളും ആയത്തിന്റെ പരിധിയിൽപ്പെടും. നിങ്ങൾ നബിമാരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവല്ലോ, നബിമാരും ആയത്തിന്റെ പരിധിയിൽപ്പെടും. ജിന്ന് പെടുമെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി അടുത്ത പാഠം എന്ന നിലക്ക് രണ്ടാം പാഠം നിങ്ങൾ പഠിച്ചുകൊള്ളൂ, അമ്പിയാക്കളും പെടുമെന്ന് ആ കുന്നത്തേരി സംവാദത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഹനീഫ മൗലവി പഠിപ്പിച്ചു കൊടുക്കുന്നതൊന്ന് കേട്ടുകൊള്ളൂ. കാരണം അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നമ്മുടെ രക്ഷിതാവായ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അല്ലാഹു അല്ലാത്തവർക്ക് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അല്ലാഹു അല്ലാത്തവർക്ക് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അല്ലാഹു അല്ലാത്തവർക്ക് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, പ്രാർത്ഥന കേൾക്കുവാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ഖുർത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി ഖുർത്തുബി തന്നെ വിശദീകരിച്ചത്. നിങ്ങൾ തന്നെ നേരത്തെ അംഗീകരിച്ചതുമാണ് ജിന്നിന്റെ കാര്യം. അതിനെ തുടർന്ന് തന്നെയാണ് ഖുർത്തുബി പറഞ്ഞത് അമ്പിയാക്കളും അതിൽ പെടും എന്ന് കൃത്യമായി ഖുർത്തുബി തന്നെ വിശദീകരിച്ചത്. ഈ ചോദ്യം ചോദിക്കേണ്ടി വരും എന്നറിയാതെയാവാം നേരത്തെ പറഞ്ഞു പോയത്. ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൂടിയാലോചിച്ച് ചോദിക്കുന്നതാകും നന്നാവുക എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കണ്ടോ? അതിനെ തുടർന്നുകൊണ്ട് അമ്പിയാക്കളും പെടും എന്ന് ഇമാം ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി പഠിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ചു വിട്ടു.